അസ്സലാമു ഗായ്സ്, നമസ്കാരം. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. വളരെ സന്തോഷമുണ്ട്, കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോകൾ ഇത്രയും നാൾ ഞാൻ ചെയ്യാതിരുന്നതിൻ്റെ റീസൺ പതിയെ ഞാൻ പറയാം. ഇന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ മോളായിട്ടുള്ള ഒരു ചെറിയ അനുഭവം പങ്കുവെക്കാനാണ്. ചെറിയ അനുഭവമാണോ ചോദിച്ചാൽ അല്ല, എന്നാലും ചെറുതായിട്ടൊന്ന് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ ഞാൻ വന്നത്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടുന്നു വരുന്ന സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടതിൻ്റെ വിങ്ങലുകൾ മാറുന്നില്ല. അങ്ങനെ എൻ്റെ ഉമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് അന്ന് ഞാൻ കോഴിക്കോട് ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നത്. ഒറ്റപ്പെടലിൻ്റെയും വിങ്ങലിൻ്റെയും ഇടയ്ക്ക് കൂടെയാണ് ഞാൻ ഈ യാത്ര തുടരുന്നത്. അപ്പം ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്താനുണ്ടായ സാഹചര്യങ്ങൾ ഒരു ചെറിയ രീതിയിൽ ഞാൻ ഇൻട്രോ ചെയ്യാം. അപ്പോൾ ഒരുപാട് പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഞാൻ ഒരു സ്റ്റേബിളായിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മാവും എൻ്റെ ഡാഡിയുമാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം. അന്ന് ഞാൻ മകളെയും കുട്ടി ട്രെയിനിൽ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് ആമിനായോ എന്ന കസിൻ സിസ്റ്ററോടൊപ്പമാണ്. അവിടെ ഞാൻ പോയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഉമ്മ നിർദ്ദേശിച്ചിട്ടും ഞാൻ ചെയ്തിട്ടും ഒന്നും മാറുന്നില്ല. അങ്ങനെ ഉമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ട്രെയിനിൽ ചെന്ന് ഒരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ. കുറച്ചും കൂടി നമുക്ക് മനസ്സിന് ഒരുപാട് ടെൻഷൻസ് റിക്കവറി ചെയ്യാൻ വേണ്ടി, ഹീലിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. അങ്ങനെ ക്ലാസ് സുഖകരമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ ദിവസം മനോഹരമായി മധുരമേറിയാണ് ഞാൻ ക്ലാസ് അന്ന് അറ്റൻഡ് ചെയ്തിരുന്നത്. എന്നാൽ അന്ന് വൈകുന്നേരം ഞാൻ താമസിച്ചിരുന്നത് എൻ്റെ ഇളയമ്മയുടെ ഫ്ലാറ്റിലായിരുന്നു. ബസ് കയറിപ്പോയി ഞാൻ അന്ന് കണ്ടത് മകളുടെ നേരിയ തോതിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ അന്ന് മനസ്സിലാക്കി, മകളെ ഈ ഒരു അവസ്ഥ എന്തായാലും മോശാവസ്ഥയിലേക്ക് എത്തുന്നതിനാൽ പണ്ടത്തെ തന്നെ ഡോക്ടറെ കാണിക്കണം. കോഴിക്കോട് നഗരത്തെക്കുറിച്ച് ചെറിയൊരു അറിവ് മാത്രമാണ് അന്ന് എനിക്കുണ്ടായിരുന്നത്. എങ്കിലും ഞാൻ ഇളയമയെ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഏത് ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോകേണ്ടത്. അങ്ങനെ ഫാത്തിമ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോയത്. ഡോക്ടർ പറഞ്ഞു വലിയ കുഴപ്പമില്ല, എന്നാൽ എനിക്ക് അറിയാമായിരുന്നു ആൾക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ കൂടി അത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസിലേക്ക് വരുമെന്ന്. എനിക്കാണ് സെക്കൻഡ് ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. ലൈഫിൽ ഇത്രയും ഡിഫിക്കൽട്ട് കണ്ടീഷനിലൂടെ കടന്നു പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രയും സ്ട്രഗിൾ ചെയ്ത് മകളെയും കൂട്ടി ഞാൻ അന്ന് കോഴിക്കോട് എത്തുന്നത്. അങ്ങനെ അന്ന് ഞാൻ ഫാത്തിമ ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് മോൾക്ക് ഒരു ഗ്യാസോസ്റ്റമി ഫീഡ്, അതായത് വയറിലെ കൂടി തുളച്ചിട്ട് ഒരു ട്യൂബ് ഇട്ടിട്ടുണ്ട് ഫുഡ് കൊടുക്കാൻ. എന്തുകൊണ്ട് വായിലേക്ക് അയക്കുന്നില്ല എന്ന് വെച്ചാൽ അവൾക്ക് ഇവിടുത്തെ മസിൽസ് വീക്കാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞു, എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒന്നും കൂടിയും പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം ആ ഉപദേശങ്ങൾ എന്തായിരിക്കും? നെക്സ്റ്റ് വീഡിയോ വാച്ച് ആൻഡ് വെയിറ്റ്. ബൈ ഗൈസ്.